ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എന്നോടിപ്പം ചോദിക്കുക ജീവിതത്തിലെ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് കോവിഡ് ടൈമാണ് കേട്ടോ. കോവിഡ് ടൈമിൽ വർക്ക് ചെയ്യുന്നു എനിക്കൊക്കെ 3 പ്രാവശ്യമാണ് കോവിഡ് വന്ന ആ സമയത്ത്. അപ്പോഴൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമോ മരിച്ചു പോവോ നമുക്കും എല്ലാം പറ്റിയ ഞങ്ങൾക്ക് 4 പേർക്കും കോവിഡ് വന്നപ്പോഴും ഞങ്ങൾ 4 പേർക്കും കോവിഡായിരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇനി ആർക്ക് എന്ത് പറ്റും, ഒരാൾ മരിച്ചാൽ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു വരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് മരണം മുന്നിൽ കണ്ട സമയമാണ്. അന്നേരമാണ് നമുക്കെല്ലാം ആശ്വാസമായിട്ട് ഈ കോവിഡ് വാക്സിൻ വന്നത്. അപ്പോൾ ഈ കോവിഡ് വാക്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇപ്പോഴും റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർക്ക് സ്ട്രോക്ക് വന്നു അത് കാരണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 28 വയസ്സുള്ളൊരു കുട്ടിയുടെ കാര്യം പറയാനാണ്. UK ജോലി ചെയ്ത് വർക്ക് പെർമിറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. അവന് പെട്ടെന്ന് കോവിഡ് വാക്സിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം 2 കിഡ്നിയും ഫെയിലിയറായി, ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്യാനിരുന്നപ്പോൾ ഇവിടെ ഇതെല്ലാം ഫ്രീ അല്ലേ, അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ പുള്ളിയുടെ വിസ അങ്ങ് ക്യാൻസലായിപ്പോയി. സോ ഹീ ഈസ് ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ. അപ്പം നാട്ടിൽ പോയി ചെയ്യാമെന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. അമ്മ ഡോണറാണ്. അപ്പോൾ 25 ലക്ഷം രൂപയാണ് അതിന് അവർ പറയുന്ന ചിലവെന്ന് പറയുന്നത്. അറിയാമല്ലോ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തോരം പൈസ കാണും എന്നൊക്കെ അറിയാമല്ലോ. ഇത് എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ റിലേറ്റീവോ അല്ല, എൻ്റെ ഫ്രണ്ട് ത്രൂ വന്ന ഒരിതാണ്. ആ പുള്ളിക്കാരി വന്ന് ചോദിച്ചതാണ് എന്നോട്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഗിവിങ് പേജ് ഉണ്ട്, അതിൽ നമുക്ക് ഇട്ട് നോക്കാം, എനിക്ക് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരെങ്കിലുമൊക്കെ സഹായിച്ചാലോ. അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പം എല്ലാവരും ആവുന്ന പോലെ സഹായിക്കണം. നമ്മൾ കാപ്പി കുടിക്കുന്ന ഒരു നേരം കാപ്പി കുടിക്കുന്നതോ പൈസ മതി സത്യം പറഞ്ഞാൽ. 5 വേണ്ടായിട്ടോ 10 വേണ്ടായിട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് സഹായിക്കാൻ പറ്റിയ വലിയൊരു ഉപകാരമായിരിക്കും അവർക്ക്. അതുകൊണ്ട് എല്ലാവരും ഈ പേജ് വന്നിട്ട് നിങ്ങളാലാവുന്നതെന്ന് സഹായിക്കുക. നമ്മൾ കൊടുക്കും തോറും നമുക്ക് തരുമെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം കേട്ടോ. ഈ മോൻ പോയി നന്നായിട്ട് സർജറിയൊക്കെ ചെയ്ത് ഇതായിട്ട് വരട്ടെ, നന്നായിട്ട് വരട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.